ബോർഡ് ഓഫ് പീസ് പ്രഥമ യോഗത്തിൽ നിരീക്ഷകരായി ഒമാൻ. ചെറിയ പെരുന്നാളിന് 5 ദിവസത്തെ ദീർഘാവധി ലഭിച്ചേക്കും. 32 ബില്യൺ റിയാലിലേറെ മൂല്യമുള്ള വികസന പദ്ധതികൾക്ക് അംഗീകാരം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം ബോർഡ് ഓഫ് പീസ് പ്രഥമ യോഗത്തിൽ ഒമാൻ നിരീക്ഷകരായി പങ്കെടുത്തു. വാഷിംഗ്ടൺ നഗരത്തിൽ നടന്ന യോഗത്തിൽ ഗസ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഗസക്കായി $10 ബില്യൺ സഹായം പ്രഖ്യാപിച്ചതായി ട്രംപ് അറിയിച്ചു. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. ഗസയിലെ സാഹചര്യം സങ്കീർണമാണെങ്കിലും അന്താരാഷ്ട്ര സഹകരണത്തോടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയും സമാധാനം കൈവരിക്കാമെന്ന ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചു. യുദ്ധത്തെക്കാൾ സമാധാനത്തിനാണ് കൂടുതൽ വിലയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗസയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണത്തിനുമായി വൻ സാമ്പത്തിക പാക്കേജും ട്രംപ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. യോഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പങ്കെടുത്തു. ഫലസ്തീന്റെ സ്വയം നിർണയാവകാശത്തെ പിന്തുണയ്ക്കുന്നതും കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണവും ഇരുരാജ്യ പരിഹാരവുമാണ് ഒമാന്റെ സ്ഥിര നിലപാടെന്ന് സുൽത്താനേറ്റ് ആവർത്തിച്ചു. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഒമാനിൽ 5 ദിവസത്തെ ദീർഘ അവധി ലഭിക്കാനിടയുണ്ട്. ഏകീകൃത അവധി ചട്ടപ്രകാരം റമദാൻ 29 മുതൽ ഷവ്വാൽ 3 വരെയാണ് ഔദ്യോഗിക അവധി. ഈ വർഷം ഇത് മാർച്ച് 19 വ്യാഴം ആരംഭിച്ച് മാർച്ച് 23 തിങ്കളാഴ്ച അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ പൗരന്മാർക്കും പ്രവാസികൾക്കും യാത്രകൾ, കുടുംബ സംഗമങ്ങൾ, വിനോദയാത്രകൾ എന്നിവയ്ക്ക് തുടർച്ചയായ 5 ദിവസത്തെ അവധി ലഭിച്ചേക്കും. പെരുന്നാളിന്റെ ആദ്യ ദിനം വെള്ളിയാഴ്ചയായിരിക്കുമെന്ന കണക്കുകൾ പ്രകാരം ആ ദിവസം വാരാന്ത്യവുമായി ഒത്തുചേരുന്നതിനാൽ ജീവനക്കാർക്ക് ഒരു അധിക അവധി ലഭിക്കും. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് അവധിയുടെ മുഴുവൻ പ്രയോജനം ഉറപ്പാക്കുന്നതിനായാണ് വ്യവസ്ഥ. അവസാന പ്രഖ്യാപനം ചന്ദ്രദർശനത്തെ ആശ്രയിച്ചായിരിക്കും. ഷവ്വാൽ പുത്തൻ ചന്ദ്രദർശനത്തിനായി ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സമിതി മാർച്ച് 19 യോഗം ചേരും. വിവിധ മേഖലകളിലായി 3,25,97,355 ഒമാനി റിയാൽ മൂല്യമുള്ള വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. സാമ്പത്തിക മന്ത്രിയും ടെൻഡർ ബോർഡ് അധ്യക്ഷനുമായ ഡോക്ടർ ഖമീസ് ബിൻ സെയ്ഫ് അൽ ജബ്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മസ്കത്ത് ഗവർണറേറ്റിലെ വാദി അൻസബ് മേഖലയിൽ 2 പ്രളയ സംരക്ഷണ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ 97.5 ലക്ഷം റിയാൽ അനുവദിച്ചു. ഡയാലിസിസ് ആവശ്യ വസ്തുക്കൾക്ക് 8.3 ലക്ഷം റിയാൽ അനുവദിച്ചു. ഇതോടൊപ്പം ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് സിറ്റിയിലെ സ്റ്റേഡിയത്തിന്റെ 3ാം ഘട്ട രൂപകൽപ്പനയ്ക്കായുള്ള സേവനങ്ങൾക്ക് 46.5 ലക്ഷവും ധനകാര്യ മന്ത്രാലയ കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾക്ക് 32.68 ലക്ഷവും സെലാലയിലെ ജംഗ്ഷനിൽ തുരങ്ക നിർമ്മാണത്തിനായുള്ള അധിക പ്രവർത്തനങ്ങൾക്കായി 32.03 ലക്ഷവും ദോഫാർ ഗവർണറേറ്റിലെ തീരദേശ പാത നവീകരിക്കുന്ന പദ്ധതിക്കായി 7 ലക്ഷം ഒമാനി റിയാലും അനുവദിച്ചു. ജനുവരിയിൽ ഒമാൻ എയറിൽ നേരിട്ടുള്ള സർവീസ് യാത്രക്കാരിൽ 51% വർധന രേഖപ്പെടുത്തി. ഈ വർഷം ഇതുവരെ 3.25 ലക്ഷം യാത്രക്കാരാണ് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 2.16 ലക്ഷമായിരുന്നു. ആകെ യാത്രക്കാരുടെ എണ്ണം 6.08 ലക്ഷമായി. സെലാലയിലേക്കുള്ള സർവീസുകളിലും ശ്രദ്ധേയമായ വർധനയുണ്ട്. 2026-ൽ കമ്പനി ലാഭത്തിലേക്ക് കടക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യ വാണിജ്യ ഓഫീസർ മൈക്ക് റട്ടർ അറിയിച്ചു. വരുമാനം വർദ്ധിപ്പിക്കുകയും ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി വിവിധ മാറ്റങ്ങൾ നടപ്പാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.